പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞേ ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു സാത്താൻ അങ്ങോട്ട് വിട്ടുമാറിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ഒരാൾക്ക് അതൊരു ബന്ധനമാണ് എന്ന് കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതായത് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ആ ഒരു ശ്വാസകോശ സംബന്ധമായ രോഗത്തെ കർത്താവ് ബന്ധിച്ച് ബഹിഷ്കരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ മേഖലകളിൽ ബുദ്ധിമുട്ടുള്ള മക്കള് അവരുടെ ആ ശ്വാസകോശം ഇരിക്കുന്ന അതിൻ്റെ മുകളിൽ ഇച്ചിരി വെഞ്ചരിച്ച എക്സോർസിസം ചെയ്ത ആനാം വെള്ളവും വെഞ്ചരിച്ച ഉപ്പും അതിട്ട് ഇളം ചൂടുവെള്ളത്തിൽ വെറുതെ ഒന്നിങ്ങനെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കുരിശു വരച്ചാൽ മതി. അവരുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് എടുത്ത് മാറ്റും. അത് ബന്ധനമായതുകൊണ്ടാണ് കർത്താവ് എടുത്ത് മാറ്റുന്നത്. അപ്പം മരുന്ന് കഴിക്കണം, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ബന്ധനങ്ങൾ കർത്താവ് ബഹിഷ്കരിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് ഇന്ന് കാണിച്ചു തരുന്നത് ഒരുപാട് പേരെ ബന്ധിക്കപ്പെടാൻ കാരണങ്ങളിലൊന്ന് അവരുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഈ വെറുപ്പ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര സ്തുതിച്ചിട്ടും എത്ര ധ്യാനം കൂടിയിട്ടും അവരുടെ ബന്ധനങ്ങൾ വിട്ടുമാറുന്നില്ല, ആ കലഹങ്ങൾ വിട്ടുമാറുന്നില്ല, അവരുടെ തടസ്സങ്ങൾ വിട്ടുമാറുന്നില്ല, കുഞ്ഞുങ്ങളുടെ തടസ്സങ്ങൾ വിട്ടുമാറുന്നില്ല, കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആ ഉള്ളിലുള്ള വെറുപ്പ് ഇന്ന് വിട്ടുമാറാൻ വേണ്ടി അവിടെ വിടുതലിന്റെ ശുശ്രൂഷ വേണം. വെറുതെ ഇതൊരു ആന്തരിക സൗഖ്യ ശുശ്രൂഷ തന്നെയാണ്. ഈ ഡെലിവറൻസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വെറുപ്പ്, അതൊരു ക്യാൻസറാണ്. അതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ മാത്രമല്ല ബന്ധിക്കപ്പെടുന്നത്, നിങ്ങളുടെ മക്കൾ ബന്ധിക്കപ്പെടുന്നു, നിങ്ങളുടെ സഹോദരങ്ങൾ ബന്ധിക്കപ്പെടുന്നു, നിങ്ങളുടെ പറമ്പ് ബന്ധിക്കപ്പെടുന്നു, നിങ്ങളുടെ വാഹനങ്ങൾ ബന്ധിക്കപ്പെടുന്നു, നിങ്ങളുടെ യാത്രകൾ ബന്ധിക്കപ്പെടുന്നു, നിങ്ങളുടെ വിസകൾ ബന്ധിക്കപ്പെടുന്നു, നിങ്ങളുടെ ഐശ്വര്യം കെട്ടുപോകുന്നു, നിങ്ങളുടെ മുഖത്തിൻ്റെ തെളിച്ചം കെട്ടുപോകുന്നു, നിങ്ങൾ വേഗം പ്രായമായവരെ പോലെ ആകുന്നു, മുടികൾ പെട്ടെന്ന് വെളുക്കുന്നു, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാകുന്നു, ശരീരത്തിൽ സൊറിയാസിസ് പോലുള്ള രോഗങ്ങൾ വരുന്നു, അലർജി പോലുള്ള രോഗങ്ങൾ വരുന്നു, ചൊറിഞ്ഞ് പൊട്ടുന്ന അവസ്ഥകളൊക്കെ വരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ഇത് പറയുമ്പോൾ തന്നെ ഒരു 50 പേരെ കർത്താവ് വിടുതൽ കൊടുക്കുക. അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയട്ടെ? ഇച്ചിരി ആനാമ്പെള്ളം എടുത്ത് അവരൊരല്പം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആനാമ്പെള്ളം അല്പം എടുത്ത് കുടിക്കുമ്പോൾ തന്നെ ആ ഉള്ളിലുള്ള വിഷം, അതാണ് ഏറ്റവും വലിയ കൈവിഷം എന്ന് പറയുന്നത്. ഉള്ളിൽ കിടക്കണ വെറുപ്പും പകയും വിദ്വേഷവും അതിങ്ങനെ അതിലേക്ക് ചെന്ന് തൊടുന്നതിന് അങ്ങനെ കണ്ടുകൊണ്ട് കുറച്ച് ആനാമ്പെള്ളം കുടിക്കുമ്പോൾ അതങ്ങോട്ട് അലിഞ്ഞില്ലാതായി പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇച്ചിരി അലിഞ്ഞ് ഇനി ഒരു നുള്ള് എക്സോസിജൻ ചെയ്ത ഉപ്പെടുത്ത് അല്പം വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള കൈവശം പോലെ കിടക്കുന്ന ആ ഒരു വെറുപ്പിന്, ആ വിദ്വേഷത്തെ, ആ ആന്തരിക മുറിവുകൾ ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ തന്നെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ ഹല്ലേലൂയ പറയുമ്പോൾ തന്നെ അവരിലേക്ക് ഇങ്ങനെ പ്രാവിന്റെ രൂപത്തില് കർത്താവ് അവരുടെ തലയിലൂടെ അവരുടെ ഉള്ളിലേക്ക് കയറി അവരുടെ ഹൃദയത്തെയും മനസ്സിനെയും അവരെ ശുദ്ധീകരിച്ച് ഒരു പുതിയൊരു ഡെലിവറൻസ്, ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു സന്തോഷം കൊടുക്കുന്നുണ്ട്. ഇത്രയും നാൾ ഇരുട്ടിലായിരുന്ന് സങ്കടത്തിലായിരുന്ന് നിരാശയിലായിരുന്ന് കർത്താവ് ഇപ്പോഴും അത്ഭുതകരമായിട്ടുള്ള വിടുതൽ കൊടുക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഈശോയേ. ഈശോയെ വിളിക്കുമ്പോൾ തന്നെ പലരുടെ ശരീരത്തിൽ കിടക്കുന്ന ശാപത്തിന്റെ പിശാചുകൾ വിട്ടുപോകുന്നതായിട്ട് കാണുക. ഈ ശാപം മൂലം, അതായത് ദൈവകൃപ കിട്ടാത്തത് മൂലം ഒരുപാട് പേര് ബന്ധിക്കപ്പെട്ടിരിക്കുക. അവരുടെ സ്വത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, വിവാഹം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പഠനം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ജോലി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ മനസ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ ബുദ്ധി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ ഓർമ്മശക്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ ഞരമ്പുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ ഫാക്കൽറ്റി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു.
നോക്കിക്കേ, ഇവിടേക്കൊക്കെ കർത്താവിൻ്റെ ആത്മാവ് കടന്നു വന്നുകൊണ്ട് അവരുടെ ഞരമ്പുകളെ, ശരീരത്തെ, മനസ്സിനെ, കുടുംബത്തെ, സ്വത്തിനെ, ജീവിത സാഹചര്യങ്ങളെ, തീരുമാനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് വിടുതൽ കൊടുക്കുന്നുണ്ട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, വചനം പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. വചനം പറയുമ്പോൾ തന്നെ ടപ്പ 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 എന്നും പറഞ്ഞ് കെട്ടുകളൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോകുക. കാരണം വചനം, വേർഡ് ഓഫ് ഗാഡ് ഈസ് ജീസസ്. പറഞ്ഞ മക്കളെ, വചനം ഈശോയാണ്, വചനം ഈശോയാണ്, വചനം ഈശോയാണ്. വചനം ഈശോയാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴ്, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടിപ്പോകും, കെട്ടുകൾ പൊട്ടിപ്പോകും, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, ബാധകൾ ഒഴിഞ്ഞു പോകും. ബാധകൾ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. 1 യോഹന്നാൻ 2:9 1 യോഹന്നാൻ 2:9 താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ഇപ്പോഴും ചെയ്യുന്നവൻ അന്ധകാരത്തിലാണ്. ഇപ്പോഴും അന്ധകാരത്തിലാണ്. 1 യോഹന്നാൻ 2:11 1 യോഹന്നാൻ 2:11 എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ, തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, ഇരുട്ടിലാണ്. അവൻ ഇരുട്ടിൽ നടക്കുന്നു, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ടവന്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. അവന്റെ തീരുമാനങ്ങളൊക്കെ തകർക്കപ്പെടുക, തീരുമാനങ്ങളൊക്കെ പരാജയപ്പെടുക. കാരണം ഉള്ളിലിങ്ങനെ വെറുപ്പ്, അയൽവാസികളോട് വെറുപ്പ്, സഹോദരങ്ങളോട് വെറുപ്പ്, വൈദികരോട് വെറുപ്പ്, അധ്യാപകരോട് വെറുപ്പ്, മാതാപിതാക്കളോട് വെറുപ്പ്. ഇതുമൂലം അവനെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു, അവന്റെ മക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു, അവന്റെ കുഞ്ഞുമക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു, അവർക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു, കല്യാണ തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു, തൊഴിലിന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് ആ മേഖലകളിലേക്കൊക്കെ വിടുതൽ കിട്ടാൻ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആ കെട്ടുകള്, ആ ബന്ധനങ്ങൾ, ആ ബാധകള്, ആ തിന്മകള്, ആ നരകപിശാചുകള് ഒഴിഞ്ഞു പോകട്ടെ, ആ കെട്ടുകൾ അങ്ങോട്ട് മാറിപ്പോകട്ടെ. കർത്താവേ, ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈവശം പോലെ കിടക്കുന്ന എല്ലാ വെറുപ്പ്, വിദേശം, പക, ഇതുമൂലം മനസ്സ് തളർന്ന്, ശരീരം തളർന്ന്, ജീവിതം തളർന്ന്, സമ്പത്ത് തളർന്ന്, ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് ആ വിഷത്തെ ബന്ധിച്ച് അതിനങ്ങോട്ട് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്നേഹ, സന്തോഷ, സമാധാനം, ഐശ്വര്യ, സമ്പൽ, സമൃദ്ധി കൊണ്ട് ഈ മക്കൾ നിറയട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവനില്ല, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. 1 യോഹന്നാൻ 4:20 കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. നോക്കിക്കേ, തടസ്സപ്പെട്ട് നമ്മളൊക്കെ ശപിക്കപ്പെടാൻ കാരണങ്ങള് നമുക്ക് ദൈവാനുഗ്രഹം കിട്ടാത്തത് കൊണ്ടാ. നമ്മൾ സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവന് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണല്ലോ കൃപകള്, പ്രസാദവരങ്ങള് നമ്മുടെ ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും വരുന്നത്. അതാണല്ലോ ശാപങ്ങളെയും കൈവശങ്ങളെയും കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും തടസ്സങ്ങളെയും കരിച്ച് ചാമ്പലാക്കി കളയുന്നത്. അപ്പൊ ഈ ബന്ധന വിടുതൽ നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ കൂനിപ്പോകുന്നത്, നമ്മൾ തളർന്നു പോകുന്നത്, നമ്മുടെ സമ്പത്ത് ശുഷ്കിച്ചു പോകുന്നത്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം സങ്കീർത്തന ഭാഗം തന്നെ എന്നും കർത്താവ് തന്നിരിക്കുന്ന 21-ാം അധ്യായം 1-2 വചനങ്ങളാ. 1-2 വചനങ്ങള്. പക്ഷെ ഇന്ന് സങ്കീർത്തനങ്ങളാ കർത്താവ് ഈ ദിവസങ്ങൾ എനിക്ക് തരുന്നത്. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. തിന്മയുടെ ശക്തിയിലല്ല രാജാവ് സന്തോഷിക്കും, കർത്താവിന്റെ ശക്തിയിൽ നമ്മൾ സന്തോഷിക്കണം. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. ഇന്ന് നിങ്ങൾ ആഹ്ലാദിക്കണം മക്കളെ. കർത്താവിന്റെ സഹായം നിങ്ങൾക്കുണ്ട്. ഇന്ന് സാധിക്കുന്നവര് ഒരു 3 തവണ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന കൂടി ഇച്ചിരി ആനാമ്പെള്ളം വീടുകളിലൊക്കെ തളിക്കാൻ കർത്താവ് മെസ്സേജ് തരികയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ആനാമ്പെള്ളം വെഞ്ചരിച്ചത് കുരിശൊരിക്കൽ കൂടെ കുരിശ് വരച്ച്
അത് അല്പം കുടിക്കാനും കർത്താവ് മെസ്സേജ്, അല്പം ഒരു സ്പൂൺ അങ്ങോട്ട് എടുത്ത് കുടിച്ചാൽ മതി. കർത്താവ് തരുന്ന മെസ്സേജാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവന്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു, അവന്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുങ്ങിക്ക് മക്കളെ, ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്ക്. അതിനായി കരങ്ങൾ വിരിച്ചു പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളുടെ മേലുള്ള എല്ലാ കൈവശങ്ങളും, എല്ലാ വെറുപ്പ് പകയും ബന്ധിക്കപ്പെടാൻ, ബഹിഷ്കരിക്കപ്പെടാൻ, ശാസിക്കപ്പെടാൻ, ഉച്ചാടനം ചെയ്യപ്പെടാൻ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് നവീകരിക്കണമേ, നവീകരിക്കണമേ. ശരീരത്തെ, മനസ്സിനെ, ഹൃദയത്തെ, ആന്തരിക അവയവങ്ങളെ, ഉദരത്തെ നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ വെറുപ്പ് കിടന്നിട്ടുണ്ടല്ലോ, ഉദര സംബന്ധമായ രോഗം കൂടിയിട്ടുള്ള ഒരു 37 പേരെ കർത്താവ് കാണിച്ചു തരുന്നു. ഇങ്ങനെ വെറുപ്പ് വന്നിട്ട് ഉദര സംബന്ധമായ രോഗം, ഭക്ഷണം കഴിച്ചപ്പോൾ ബാത്റൂമിൽ പോകണം, നിരന്തരമായ വയറുവേദന, എന്ത് കഴിച്ചിട്ട് ദഹിക്കുന്നില്ല. ആ അവസ്ഥയിലുള്ളവര് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേട്ട് ആനാം വെള്ളം അല്പം കുടിക്കുക. എന്നിട്ട് അവര് ഈ ആഴ്ചയിൽ തന്നെ സാധ്യമാണെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തി ഒരു 27 ദിവസം, കർത്താവ് തരുന്ന മെസ്സേജാണ്, 27 ദിവസം സാധിക്കുമെങ്കിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത് ഈ ഒരു പീഡ വിട്ടുമാറാനുള്ള നിയോഗം വെച്ച് ആ പരിശുദ്ധ കുർബാന അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം വെറുപ്പും പകയും വിട്ടുമാറുമ്പോൾ തന്നെ ഉദര സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറുന്ന എന്നൊരു മെസ്സേജാണ് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും റഫേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകന്മാരുടെയും മധ്യസ്ഥതയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും വിശുദ്ധ അന്തോനീസിന്റെ പ്രത്യേക പ്രാർത്ഥനയാലും എനിക്ക് ദാനമായി ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും ലിയോ 14 പാപ്പയും ബെനഡിക്റ്റ് 16 എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അഭിഷേകത്തിന്റെ ശക്തിയാലും എൻ്റെ മെത്രാൻ എനിക്ക് നൽകുന്ന അനുവാദത്തിന്റെ ശക്തിയാലും ഈ തിന്മകളെ ഞാൻ ബന്ധിക്കുന്നു. എല്ലാ തിന്മകളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ഈ മകന്റെ ജീവിതത്തിൽ ആദിവ്യാധികളും ദുഃഖങ്ങളും പീഡകളും ആപത്തുകളും ദുരിതങ്ങളും പാപവാസനകളും വെറുപ്പും വിദ്വേഷവും പകയും അതുമൂലം കടന്നു വരുന്ന ശാരീരിക രോഗങ്ങൾ, ക്യാൻസർ, വയറുവേദന, അസ്വസ്ഥത, അടിവയറ്റിലെ വേദന, നെഞ്ചിങ്ങനെ കുത്തിയുള്ള വേദന, കഫക്കെട്ട്, എളികിലെ വേദന, കാലുവേദന, വാതരോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് മക്കളുടെ മേലുള്ള പീഡകള്, മക്കളുടെ മേലുള്ള ബന്ധനങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തലമുറയുടെ മേലുള്ള ബന്ധനങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ചേ, സ്വരം താഴ്ത്തി സ്തുതിച്ചേ, സ്വരം താഴ്ത്തി സ്തുതിച്ചേ. Dominus Jesu Christus, apase sit utse defendat, itrete sit use conservet, ande se sit ute ducat, post te sit use custodias, super te sit use benedicat, qui cum patre Espíritu Santo vivit es regna in secula et seculorum. Amen. പറഞ്ഞേ ആമേൻ. ആമേൻ. Benedictio Dei omnipotentis Patris et Filii et Spiritus Sancti descendis super te et maneat semper. ആമേൻ. ആമേൻ. പറഞ്ഞ മക്കളെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, കർത്താവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഡെലിവറൻസിന്റെ ആത്മാവേ ആരാധന, ഡെലിവറൻസിന്റെ ആത്മാവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം Dio vi benedica nel nome del Padre, del Figlio, dello Spirito Santo. Amen.